ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഫ്ലിൻഷാസ് വേൾഡ്. ഇന്ന് നമ്മളുടെ തുത്തുമോളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്, 11th ബർത്ത്ഡേ ആണ്. വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ തുത്തുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ തുത്തുമോൾക്ക് നല്ല പനിയും ഒക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുകയാണ്, പിന്നെ എക്സാമും ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മളുടെ തുത്തുവിൻ്റെ 11th ബർത്ത്ഡേ ആണിന്ന്. മാഷാ അല്ലാഹ്, കുട്ടികളൊക്കെ എന്ത് പെട്ടെന്നാണ് വലുതാവണേ. അപ്പോൾ എന്തായാലും നമുക്ക് ബർത്ത്ഡേ വ്ളോഗിലേക്ക് പോകാം. തുത്തുവിൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു സർപ്രൈസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഇതൊരു വീഡിയോ ആക്കാമെന്ന് കരുതിയത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. Happy birthday to you. Happy birthday to you. Happy birthday to you. ഞാല്ലോ കം ഓഫ് പൊന്തല്ലേ അല്ലൂന്. ഇനി എന്താ ഒരു ഗിഫ്റ്റും കൂടി? ഒരെണ്ണല്ലേ ഉള്ളു, ഒരെണ്ണം നിന്റെ അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ തുത്തുനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങണ ഒരു വീഡിയോ ഇട്ടിരുന്ന്. അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതണ്. അപ്പോൾ ഇതാണ് തുത്തുമോൾക്ക് വാങ്ങിയ സർപ്രൈസ് ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. ഞാൻ കറക്റ്റ് അതിൻ്റെ പിക്ക് ഇട്ട് തരാം. അല്ലുമോൾക്ക് വിഷമാവുമെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെ അല്ലുമോളോട് പറഞ്ഞു വെച്ചിരുന്നു, നമ്മൾ ഇത്താക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അത് അല്ലുക്കുട്ടി ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലുക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. വെയിറ്റ് ചെയ്യണോ? തിരക്കൂട്ടല്ലേ? ഓക്കെ, തുത്തുമോൾക്ക് പനി കാരണം സ്പെഷ്യൽ ഫുഡൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ തുത്തുവിന് കഞ്ഞിയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഉണ്ട് മൂപ്പര് ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരം മുന്നേ പറയണം, ഉമ്മച്ചി എനിക്ക് കുഴിമന്തി കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വിഷമമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് സെർബിയാനിൽ ഓർഡർ ചെയ്തതാ. അപ്പൊ നമ്മ ഇന്ന് വന്നിരിക്കണത് എന്റെ ഗിഫ്റ്റ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ പാക്ഡ് ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണാം. ഇതെന്റെ ഫ്രണ്ട് വേദ എനിക്ക് തന്നതാട്ടോ. എനിക്ക് ഡോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉണ്ട് ഈ മൈലാഞ്ചി നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നെയിൽ ബോണും ബിഗ്ബിയാണ്. പിന്നെ അടുത്ത് ഡോഗ് ആണ്. ഇതിന്റെ റിവ്യൂ ഒക്കെ നമ്മ പറയാം. പിന്നെ ഇതെന്റെ ഫ്രണ്ട് എനിക്ക് തന്നൊരു വാച്ചാണ്. ഇതിങ്ങനെ തൊക്കാനാണ് പറയുന്നത്. സോ ഗൈസ്, ഇതാണ് ആള് തന്നത്. ഈ കവർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് ആ വാച്ച്. സൂപ്പർ വാച്ചാണ്. ബീഡ്സ് ഒക്കെ വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ സിൽവർ വാച്ചും ബ്ലാക്ക് വാച്ചും ഒക്കെ എൻ്റെ കയ്യിൽ നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സിന് മാച്ച് ആവുന്ന പോലത്തെ വാച്ചാണ്. സൂപ്പർ വാച്ച്, എൻ്റെ കറക്റ്റ് സൈസാണ്. പിന്നെ ഇത് നമ്മുടെ ബ്രേസ്ലെറ്റ് പോലെയാണ്, ഇങ്ങനെയുള്ളതാണ്. അപ്പം അതോടെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തായാലും വീഡിയോസിലൊക്കെ ഇതിടുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. സോ ഇതെൻ്റെ നേഹ സർപ്രൈസ് ചെയ്യുന്നത് കേട്ടോ, ഇടുന്നുണ്ട്. സോ അത് അങ്ങനെ. പിന്നെ വന്നിരിക്കുന്നത് കാജലാണ്. എനിക്ക് ഐലൈനർ ഇതിനെ കണ്ട് കൂടുതൽ ഇഷ്ടം കാജൽ ഇടുന്നതാണ് കേട്ടോ. ഇത് NYBന്റെ ദ ബിഗ് ആപ്പിൾ ഓഫ് മൈ ഐ ഹോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇതാ നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ലാസ്റ്റ് വാട്ടർ പ്രൂഫാണോ അല്ലേന്ന്.
സോ ഇതിപ്പോ ഇവിടെ ഇരിക്കുന്ന ലാസ്റ്റ് നോക്കാം കേട്ടോ നമുക്ക്. പിന്നെ നമ്മളെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ വന്നിരിക്കണത്. അപ്പൊ ഒന്ന് എന്റെയും ഒന്ന് ഇത്തത്താടിയാണ്. ഇത്തത്താടി ഇത്തിട്ട് നോക്കി, എന്റെ ഇട്ടോക്കിട്ടില്ല. ഇത്ര മാച്ച് ആയിട്ട് കിട്ടിയേക്കണത് ഞാൻ കണ്ടപ്പോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ഫേസിന് ചേരുന്നത് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ടാണ് ഉമ്മച്ചേർത്ത് പോകുന്നത്. ബട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്റെ ഫേസിന് നല്ലപോലെ ചേരുന്നുണ്ട് ഈ ഷെയ്ഡ്. കാണിച്ചത് നിങ്ങൾക്ക്. ഇത് എന്താണ് ട്രാൻസ്ഫർ പ്രൂഫാണോ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പോരും. ഫേസ് കണ്ടോ നല്ല ഷെയ്ഡാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഷെയ്ഡ്. ഐ ലവ് ദിസ് ഷെയ്ഡ്. നല്ല ഷെയ്ഡാണേ. എന്നെ നല്ല ഷെയ്ഡാണ്. അല്ലുവിൻ്റെ എൻ്റെയും ഒരു ഇതുണ്ട്, സെയിം ആണ്. ഒരു ഇത്തിരി ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഇതാണ് എന്ത് സ്ലൈം. ഇതെന്റെ ഇത് ഇത്തത്താടി. നമ്മ മുമ്പ് മേടിച്ച സ്ലൈമിന് അത്ര സോഫ്റ്റ്നെസ് ഉണ്ടായില്ല. പക്ഷെ ഹാർഡ് പോലെ. പക്ഷെ അത് സ്ലൈം തന്നെയാണ്. ബട്ട് ഇതിന് നല്ല സോഫ്റ്റ്നെസ് ആണ്. കാണിച്ചത് ഉമ്മച്ചി പേ ചെയ്ത് വന്നപ്പോഴാണ് ഒരു ബ്ലൂ യെല്ലോ കൂടെ വന്നേക്കണത് കണ്ടത്. നല്ല ഭംഗി. ഇത് യെല്ലോവും പിങ്കും ആണ്. പിന്നെ ഇതാ വന്നേക്കുന്നത് നമ്മുടെ പേപ്പർ സൂപ്പാണ്. കണ്ടില്ലേ? ഐ ലവ് സ്മൈൽ ഒരു സ്മെല്ലാണ്. സ്മൈല്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് ആണോ അല്ലെങ്കിൽ നോക്കണ്ടേ. സോ ഞാൻ എന്താ ഇത്തിരി കൈമ വരയ്ക്കുന്നുണ്ട്. എനിക്ക് ഇത്തിരി വരയ്ക്കുന്നുള്ളൂ. പോണ്ടെങ്കിൽ എനിക്ക് ഇല്ല, അത് കുഴപ്പമില്ല. ഇങ്ങനെ ഇവിടെ ഇരിക്കും. ഇത് വാട്ടർ പ്രൂഫ് ആണോ? ഇത്തിരിയും കൂടി പോകുന്നതാണ് കേട്ടോ. ബട്ട് ഉണ്ട് ഇതിനകത്ത് ഒരു ഇത്തിരി പോകുന്നതാണ്. റെഡി അങ്ങനെ ആക്കിയിട്ടല്ലേ വാട്ടർ പ്രൂഫ് ആണ്. എനിക്കറിയാം, അതല്ല ഞാൻ ഇത്തിരി വാട്ടർ പ്രൂഫ് ആണല്ലേ ഗൈസ്. ഇത് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. എന്നെ നോക്കട്ടെ. അത് നീയാവള് സ്മഡ്ജാക്കി, അതാണ് ഇങ്ങനെ വരുന്നത്. ഇത് വാട്ടർ പ്രൂഫ് പോകുന്നില്ല, ഒരു പോകുന്നില്ല. സോ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. എല്ലാവരും മേടിച്ചോണ്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തുത്തുമോൾക്ക് കൊടുത്ത ചെറിയൊരു ഗിഫ്റ്റ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഗിഫ്റ്റാണ്. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കൊച്ചു കൊച്ചു ബർത്ത്ഡേ സന്തോഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു. താങ്ക് യു ഫോർ വാച്ചിങ്.